IPL 2025-നായുള്ള മുന്നൊരുക്കങ്ങളിലേക്ക് ടീമുകൾ ഓരോന്നും കടന്നു കഴിഞ്ഞു. ഇതിനോടകം എല്ലാ ടീമുകളും യുവതാരങ്ങളെ പരിഗണിച്ച് പരിശീലന ക്യാമ്പുകൾ ആരംഭിക്കുകയും ചെയ്തു. മെഗാലയനത്തിന് ശേഷമുള്ള ആദ്യ സീസൺ ആയതിനാൽ വലിയ മുന്നൊരുക്കങ്ങൾ ടീമുകൾക്ക് അത്യാവശ്യമാണ്. പല ടീമുകളിലും വലിയ മാറ്റങ്ങൾ ഉണ്ടാവുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ പുതിയ ശക്തമായ പ്ലേയിങ് 11 അടക്കം കണ്ടെത്തുകയാണെന്ന വലിയ തലവേദനയാണ് ടീമുകൾക്ക് മുന്നിലുള്ളത്. കരുത്തോടെ നിരയായ മുംബൈ ഇന്ത്യൻസ് ഇത്തവണ ഇടവേളയ്ക്ക് ശേഷം കപ്പ് പ്രതീക്ഷിക്കുകയാണ്. രോഹിത് ശർമ്മയെ മാറ്റി ഹാർദിക് പാണ്ഡ്യയെ നായകനാക്കിയാണ് അവസാന സീസണിൽ മുംബൈ ഇറങ്ങിയത്. ടീമിനുള്ളിലെ ഭിന്നത കാരണം പ്രകടനം മോശമാവുകയും ടീം പിന്നോട്ട് പോവുകയും ചെയ്തിരുന്നു. എന്നാൽ ഇത്തവണ ടീമിനെ ഉടച്ചു വാർത്ത് ഇറങ്ങുന്ന മുംബൈക്ക് കിരീട പ്രതീക്ഷകൾ ഏറെയാണ്. ഇപ്പോഴിതാ വരുന്ന സീസണുകളിൽ മുംബൈക്ക് പരിഗണിക്കാവുന്ന മികച്ച പ്ലേയിങ് 11 തിരഞ്ഞെടുത്തിരിക്കുകയാണ് ChatGPT. രോഹിത് ശർമ്മ, വിൽ ജാക്സ്. ഓപ്പണിംഗിൽ രോഹിത് ശർമ്മയ്ക്കൊപ്പം വിൽ ജാക്സ് എത്തുമെന്നാണ് ChatGPT പറയുന്നത്. രോഹിത് ശർമ്മയെ ഇത്തവണയും ഓപ്പണിംഗിൽ പ്രതീക്ഷിക്കാം. മോശം ഫോമിലൂടെയാണ് രോഹിത് ശർമ്മ കടന്നു പോകുന്നതെങ്കിലും IPL തിളങ്ങുമെന്നാണ് ആരാധകരുടെ പ്രതീക്ഷ. രോഹിത്തിന്റെ അവസാന IPL സീസണായി ഇത് മാറാനാണ് സാധ്യതയേറെ. ഇഷാൻ കിഷാൻ ടീം വിട്ടതോടെ രോഹിത്തിന് ഓപ്പണിംഗ് പങ്കാളിയെ കണ്ടെത്തേണ്ടത് അത്യാവശ്യമാണ്. ഇംഗ്ലണ്ട് താരം വിൽ ജാക്സ് രോഹിത്തിനൊപ്പം ഓപ്പണറായി എത്താനാണ് കൂടുതൽ സാധ്യത. 5.25 കോടിക്കാണ് വിൽ ജാക്സിനെ മുംബൈ ടീമിലെത്തിച്ചത്. ഈ കൂട്ടുകെട്ട് ക്ലിക്കാവുമെന്നതാണ് കാത്തിരുന്ന് കാണേണ്ടത്. 3-ാം നമ്പറിൽ സൂര്യകുമാർ യാദവിനാണ് അവസരം. ഇന്ത്യയുടെ T20 നായകനായ സൂര്യയെ മുംബൈ വലിയ പ്രതീക്ഷയോടെയാണ് കാണുന്നത്. എന്നാൽ സൂര്യയുടെ സമീപകാല പ്രകടനങ്ങളെല്ലാം മോശമാണ്. മൈതാനത്തിന്റെ എല്ലാ ഭാഗത്തേക്കും ഷോട്ടുകൾ കളിക്കാൻ ശേഷിയുള്ള സൂര്യയുടെ ഫോം മുംബൈയുടെ കിരീട സാധ്യത തീരുമാനിക്കുന്നതിൽ നിർണായകമാകും. IPL സൂര്യയുടെ സമീപകാല പ്രകടനങ്ങൾ മികച്ചതിനാൽ താരം ഫോമിലെത്താൻ സാധ്യത കൂടുതലാണ്. 4-ാം നമ്പറിൽ തിലക് വർമ്മയെ കളിപ്പിക്കുവാൻ സാധ്യതയുണ്ട്. ഇടം കയ്യൻ ബാറ്റ്സ്മാനായ തിലക് നിലയുറപ്പിച്ച് കളിക്കാനും കടന്നാക്രമിച്ച് കളിക്കാനും ശേഷിയുള്ള ആളാണ്. സ്ഥിരതയോടെ കളിക്കുന്ന താരമാണ് തിലക്. മുംബൈക്കൊപ്പം ഇതിനോടകം തന്നെ നിരവധി മികച്ച പ്രകടനങ്ങൾ നടത്താൻ തിലകിന് സാധിക്കുകയും ചെയ്തു. മുംബൈ നിലനിർത്തിയ താരങ്ങളിൽ ഒരാളാണ് തിലക്. ഇത്തവണ മുംബൈയുടെ ഹീറോയായി തിലക് മാറാൻ സാധ്യതകളേറെയാണ്. 5-ാം നമ്പറിൽ നായകൻ ഹാർദിക് പാണ്ഡ്യയാണ് അവസരം കൊടുത്തിരിക്കുന്നത്. ഓൾറൗണ്ടർ എന്ന നിലയിൽ ഹാർദിക്കിന്റെ പ്രകടനം നിർണായകമാകും. നായകൻ എന്ന നിലയിൽ ഇതിനോടകം തന്നെ IPL കിരീടം നേടാൻ ഹാർദിക്കിനായിട്ടുമുണ്ട്. എന്നാൽ അവസാന സീസണിൽ മുംബൈ ടീമിനൊപ്പം പ്രതീക്ഷിച്ച പ്രകടനം നടത്താൻ ഹാർദിക്കിന് സാധിച്ചിട്ടില്ല. എന്നാൽ ഇത്തവണ ശക്തമായ തിരിച്ചുവരവ് നടത്താൻ ഹാർദിക്കിന് സാധിക്കുമെന്ന് തന്നെ കരുതാം. മധ്യനിരയിൽ അതിവേഗത്തിൽ റൺസ് ഉയർത്താൻ ശേഷിയുള്ള നമാൻ ധീറിനെ 6-ാം നമ്പറിലേക്ക് പരിഗണിച്ചിരിക്കും. ഇതിനോടകം മുംബൈക്കായി മികവ് കാട്ടാൻ നമാന് സാധിച്ചിട്ടുണ്ട്. വിക്കറ്റ് കീപ്പറായി റിയാൻ റിക്കിൾട്ടനെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. തല്ലി തകർക്കാൻ ശേഷിയുള്ള റിക്കിൾട്ടന് ഫിനിഷിംഗിൽ നിർണായക റോളുണ്ട്. ടീം ഡേവിഡിനെ മുംബൈ ഒഴിവാക്കിയിരുന്നു. കിവി സ്പിൻ ഓൾറൗണ്ടറായ മിച്ചൽ സാൻഡറിനെ മുംബൈ 8-ാം നമ്പറിൽ കളിപ്പിക്കും. മുംബൈയുടെ പേസ് നിരയാണ് ഇത്തവണ ഏറ്റവും നല്ലത്. 9-ാമതായി ദീപക് ചഹാൻ എത്തുമ്പോൾ 10-ാം നമ്പറിൽ ട്രെൻഡ് ബോളറും അവസാനക്കാരനായി ജസ്പ്രീത് ബുംറ എത്തും. ദീപക്കും ബോൾട്ടും ന്യൂ ബോളിൽ ആക്രമിക്കുമ്പോൾ ബുംറയ്ക്ക് ഡെത്ത് ഓവറിലാകും നിർണായക റോൾ ഉണ്ടാവുക. സമീപകാലത്തായി പേസർമാരുടെ കരുത്ത് കുറവ് മുംബൈയെ പിന്നോട്ടടിച്ചിരുന്നു. ഈ പ്രശ്നത്തിന് പരിഹാരം കാണാൻ ഇത്തവണ സാധിച്ചിട്ടുണ്ടെന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും.